ക്രിക്കറ്റ് വാങ്ങിച്ചു ക്രിക്കറ്റ് ബാറ്റാ ബാറ്റ് കളിക്കാറായോ പുസ? ആയോ? കുഞ്ഞു ബാറ്റ് അല്ലേ? ഇത് കളിക്കല്ലോ. ഇത് മതി നിനക്ക്. പിന്നെന്തോ വേണ്ടേ? നാട്ടിലായോണ്ട് നീ രക്ഷപ്പെട്ടു. തെങ്ങ് പണ്ട് നമ്മൾ കളിച്ച പോലെ. ഒരു കാര്യം ചെയ്യാം. അമ്മേ അമ്മോ അമ്മോ ആ വെട്ടൂത്തിങ് എടുക്കുവോ? പണ്ട് പപ്പയൊക്കെ കണ്ടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. കണ്ടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഔട്ടാവുമായിരുന്നു. എപ്പോഴും ഡക്ക് ഔട്ടാവുമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ബാറ്റൊക്കെ മടല് വെച്ച് വെട്ടി ഉണ്ടാക്കി. അമ്മേ താങ്ക് യു താങ്ക് യു. വാ ലെറ്റ്സ് കം. വാ അപ്പനും മോനൂടെ എവിടെ പോവാൻ നമുക്ക് നോക്കാം. അപ്പു നീ ചെരുപ്പിട്. അപ്പു ചെരുപ്പിടപ്പു. പച്ച മടൽ വെട്ടുന്നോ? പച്ചയുണ്ടോ? തൽക്കാലം മതിയല്ലേ? വലിപ്പം ഇത്രയൊക്കെ മതി. മാറാ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം ബാറ്റ് എന്ന് പറയുമ്പം കടയിലേക്ക് പോവല്ലേ? അതെ, പണ്ട് 90s കുഞ്ഞുങ്ങൾ കളിച്ചോണ്ടിരുന്ന ബാറ്റ്. 90s കിഡ്സ് പണ്ടൊക്കെ ബാറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തരുന്ന ബാറ്റ്. ഇതാണ് ബാറ്റിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ബാറ്റിന്റെ മെയിൻ സ്ട്രക്ചർ കേട്ടോ അപ്പു, മനസ്സിലായോ? ഈ ഭാഗം എല്ലാവർക്കും ഇതിനെ പറ്റി വല്ലതും അറിയാവോ? ഈ മെയിൻ സ്ട്രക്ചർ വെച്ചാൽ ബാറ്റിന്റെ പിടി ഉണ്ടാക്കുക. പിടി വെച്ചുണ്ടാക്കണ്ടേ താഴെ വെക്കാം. ഇത് നല്ല പച്ചയെന്ന് നമുക്ക് വെട്ടിയാൽ കിട്ടും. ഉണക്കലൊക്കെയാണ് താഴെ വെച്ച് നമ്മൾ ഒന്ന് ചെത്തി എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ബാറ്റായി. ഏകദേശം ബാറ്റിന്റെ സ്ട്രക്ചർ ആയെന്ന് തോന്നുന്നു. ഇനി രാഹുൽ ദ്രാവിഡിന്റെ ഒക്കെ വിരാട് കോഹ്ലിയുടെ ഒക്കെ ബാറ്റ് അത് പിടിക്കാൻ കറക്റ്റാ. ഇനി കുറച്ച് സ്റ്റൈലാക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ വെട്ടക്കിടുക. കണ്ടോ അതിനെ കുത്തുമ്പോൾ ശരിയായാലാണ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി. അതെ, ഓരോ ഗംഗുലിയുടെ ബാറ്റ് പോലൊക്കെ തല ഇത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അങ്ങനെ ബാറ്റായി. കാണിച്ചേ ബാറ്റ് കാണിച്ചേ, കാണിച്ചേ ബാറ്റ് കാണിച്ചേ.